ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്ലസ് ആണ് വണ്ടി. നമുക്ക് നിലവിൽ വർക്കിന് ആയിട്ടിട്ടുണ്ട്. അതിനകത്തും പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ മോട്ടർ അഴിച്ചൊന്ന് മാറ്റണം, പുതിയത് സെറ്റ് ചെയ്യാനാണ്. പിന്നെ ജനറലായിട്ട് സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, വാട്ടർ സർവീസ്. എഞ്ചിൻ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കണം, പുതിയ ലൈൻഡറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിൻ ലൂസ് ഉണ്ടാകുന്ന ടൈറ്റ് ചെയ്തിടാം. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ്, ഹബ്ബ് ആ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റൊക്കെ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ചെയിൻ ചെറിയ ലൂസ് ഉണ്ടാകും, നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. എഞ്ചിൻ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും, ഓയിൽ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. പിന്നെ സെൽഫ് മോട്ടർ നമുക്ക് എന്തെങ്കിലും അഴിച്ച് മാറ്റണമെങ്കിൽ ഈ കവറൊക്കെ അഴിക്കണം. ഈ സൈഡ് ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ചെയിനൊക്കെ നമുക്ക് കണക്ട് ചെയ്തേക്കണം. അപ്പോൾ അതൊക്കെ വിടിയിച്ചിട്ട് വേണം നമുക്ക് സെൽഫ് മോട്ടർ മാറ്റാനായിട്ട്. അപ്പോൾ മോട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തേക്ക് നമുക്ക് ഗ്യാസ്കറ്റ് കാര്യങ്ങൾ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് നിലവിൽ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലോഡ് ഒരല്പം കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. നിലവിൽ 8.5 വോൾട്ടിൽ താഴേക്ക് പോയ കംപ്ലയിൻ്റ് ആണ്. ആ സ്ഥാനത്ത് വോൾട്ട് വന്നത് 5.95 റേഞ്ചൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫിൻ്റെ മോട്ടർ മാറ്റി വെച്ചാലും ഈ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് മോട്ടറിനോടൊപ്പം തന്നെ ബാറ്ററി കൂടി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. സത്യത്തിൽ നമുക്കിതും ഇരിക്കണ ബാറ്ററി 2024 ബാറ്ററി ഉണ്ട്. 2024 ബാറ്ററി ഇതും ഇരിക്കണേ. അപ്പോൾ ടെസ്റ്റിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ. ഓൾറെഡി ബാറ്ററി ടെസ്റ്റിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ. അപ്പോൾ നിലവിൽ വാറണ്ടി പീരീഡ് ഉള്ളതാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 24 മാസമാണ് ബാറ്ററിയുടെ വാറണ്ടി പീരീഡ്, റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ളത്. അപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് വിട്ട് എന്തെങ്കിലും ചെയ്യാം. വാറണ്ടി പീരീഡിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് സെയിൽ ടു 24 മാസമാണ് കേട്ടോ അതിൻ്റെ പീരീഡ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സെൽഫിൻ്റെ കേസ് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ മോട്ടറും ബാറ്ററി കൂടി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ അഴിക്കും കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്. ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ മാക്സിമത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ്, ഏകദേശം അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളാം, വലിയ പിടിപെട്ടുള്ള ഓട്ടമൊക്കെ ഉപയോഗിക്കാതിരിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാറ്ററിയുടെ കേസ് കൃത്യമായിട്ട് നോക്കിക്കോളൂ. കാരണം ബാറ്ററി വാറണ്ടിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ ബാറ്ററി നമുക്ക് ഇവിടെ തന്നെ വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അതല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് മോട്ടർ മാറ്റിയേക്കും ഇപ്പോൾ വർക്ക് ചെയ്യും, പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കും ബാറ്ററി കംപ്ലയിൻ്റ് ആയതുകൊണ്ട്. ഓക്കെ.